മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഒരുപക്ഷെ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത്. നിങ്ങൾ തന്ന ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ചോദ്യത്തിന് ശാസ്ത്രീയമായൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ ശരിക്കും ഒരർത്ഥവുമില്ല എന്നതാണ്. കാരണം മരണത്തിനപ്പുറം എന്തുണ്ടെന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ കയ്യിലൊരു ഉപകരണവുമില്ലല്ലോ. അതെ അതെ. അപ്പോ പിന്നെ ശാസ്ത്രത്തിന്റെ പേരിൽ മരണാനന്തര ജീവിതം ഇല്ല എന്ന് തറപ്പിച്ചു പറയുന്നതും ശരിയല്ല, അല്ലേ? തീർച്ചയായും അത് യുക്തിപരമായി തെറ്റാണ്. പക്ഷേ ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നതുകൊണ്ട് ഈ ചോദ്യം നമുക്കങ്ങ് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ലെന്നാണ് നിങ്ങൾക്കന്ന് ഈ ലേഖനങ്ങളിലെ പ്രധാന വാദം. അപ്പോ ഇതിലൊന്ന് ആഴത്തിൽ പരിശോധിക്കാനാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത്. അതെ. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ 3 ആശയങ്ങളുണ്ട് ഇതിൽ. ഒന്നാമത്തത്, മരണാനന്തര ജീവിതം എന്നത് ഒരു വിശ്വസിച്ചേ മതിയാകൂ അല്ലെങ്കിൽ വിശ്വസിക്കില്ലെന്നേ മതിയാകൂ എന്ന തരത്തിലുള്ളൊരു പ്രായോഗിക പ്രശ്നമാണെന്ന വാദം. ശരിയാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഈ ലോകത്ത് ധാർമ്മികതയുടെ കണക്കുകൾ ഒരിക്കലും പൂർണ്ണമായി ശരിയാവുന്നില്ല എന്ന ആശയം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. മൂന്നാമതായി, ഈയൊരു അവസ്ഥ കാരണം മനുഷ്യന്റെ യുക്തി തന്നെ മറ്റൊരു ലോകമുണ്ടാകണമെന്നാവശ്യപ്പെടുന്നു എന്ന നിഗമനം. നമുക്കിതിലൂടെ പോയി നോക്കാം. നിങ്ങൾ പറഞ്ഞ ആ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ശാസ്ത്രത്തിന് ഈ വിഷയത്തിൽ ഒരഭിപ്രായം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിഷ്പക്ഷനായി മാറി നിൽക്കാമെന്ന് കരുതുന്നത് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധ്യമല്ല. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ തീരുമാനവും നമ്മുടെ സ്വഭാവം പോലും ഒന്നുകിൽ മരണാനന്തര ജീവിതം ഉണ്ട് എന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഇല്ല എന്ന ഉറപ്പിലോ കെട്ടിപ്പടുത്തതായിരിക്കും. ഒരു സംശയത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതായത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം എന്നൊരു മനോഭാവത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? ഒരു ഉദാഹരണം വെച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഇതിൽ തന്നെ നല്ലൊരു ഉദാഹരണമുണ്ട്. നമുക്ക് തീരെ പരിചയമില്ലാത്തൊരാളെ സങ്കൽപ്പിക്കുക. ഓക്കെ. അയാളുമായി നമുക്കൊരു ഇടപാടും നടത്താനില്ലെങ്കിൽ അയാൾ നല്ലവനാണോ ചതിയനാണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാറി നിൽക്കാം. ശരിയാണ്. പക്ഷേ അയാളുമായി ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കണമെങ്കിലോ അപ്പോൾ ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ഒന്നുകിൽ അയാളെ വിശ്വസിച്ചു മുന്നോട്ടു പോകണം, അല്ലെങ്കിൽ അവിശ്വസിച്ച് ആ ഡീൽ ഉപേക്ഷിക്കണം. ശരി. ഇനി അയാളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ നിങ്ങളൊരു ഇടപാട് നടത്തിയാൽ പോലും നിങ്ങൾ പണം കൊടുക്കുമ്പോഴും ഉറപ്പ് നൽകുമ്പോഴും ഒരുപാട് നിയന്ത്രണങ്ങൾ വെക്കും. അതിന്റെ അർത്ഥമെന്താ? നിങ്ങൾ അയാളെ അവിശ്വസിക്കുന്നുവെന്ന് തന്നെയാണ്. അതുപോലെയാണ് ജീവിതവും. ശരിയാണ്. ആ പ്രായോഗികമായ സമീപനം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു വിശ്വാസം, അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ടോ?